ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുരിങ്ങയിലയും മുട്ടയും ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ ഒരു തോരനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തു, 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇതിനു വേണ്ടി കുറച്ച് മുരിങ്ങയില നന്നാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മുരിങ്ങയിലേ വേണ്ടൂ, 2 പിടി മുരിങ്ങയില മതി കേട്ടോ. കോഴിമുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ വഴറ്റുക. അതിന് ശേഷം അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇത് നന്നാക്കി കഴുകിയെടുത്ത മുരിങ്ങയിലയാണ്. ഈ മുരിങ്ങയില ഇനി നന്നായിട്ട് ഇതിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചതിൽ ചേർത്തിട്ടുണ്ട്. ഇത് മുരിങ്ങയിലയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് പാകമായി. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ഈ മുരിങ്ങയില പാകമായി കിട്ടും. മുരിങ്ങയിലയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേവിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്നിങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഇങ്ങനെ വെറുതെ വെച്ചിരിക്കാം. മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം. ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രമേ ഇത് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. 1 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി ചിക്കി പൊരിച്ചെടുക്കണം. ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മുട്ട വേവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സ്റ്റൗവ് സിമ്മിനും മീഡിയത്തിനും ഇടയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ സ്റ്റൗ ഫുള്ളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് അടി പിടിക്കാൻ ഇടവരരുത്. അടി പിടിക്കാതെ ഇതിങ്ങനെ ഇളക്കി വേവിച്ചെടുക്കുക. നമുക്ക് മനസ്സിലാവും അതിങ്ങനെ വെന്ത് വരുന്നത്. ഇങ്ങനെ വേവിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ മുട്ട ഫുള്ള് മുരിങ്ങയിലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. മുട്ട വേറെ വേവിച്ച് മുരിങ്ങയില വേറെ വേവിച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലയും മുട്ടയും വേറെ ആയിട്ടാണ് നിൽക്കുക. ഇത് മുരിങ്ങയിലയിൽ ആ മുട്ട ഫുള്ള് പിടിച്ചിരിക്കും. അപ്പോൾ മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെ ചിക്കി പൊരിച്ച് കൊടുക്കുമ്പോൾ അത് കഴിച്ചോളും. മുട്ടയുടെ ടേസ്റ്റിൽ മുരിങ്ങയിലയും കൂടെ കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മുരിങ്ങയിലയും മുട്ടയും കൂടി ഒരുമിച്ചിട്ട് തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കണം എന്ന് പറയണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിതിൽ കുരുമുളക് പൊടിയൊന്നും ചേർക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു മുരിങ്ങയില മുട്ടത്തോരൻ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിനൊക്കെ അപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ കൂടിയാണ് ഇത്. അപ്പോൾ ഈ തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.